സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ആശ്വാസമായാണ് 4200 കോടി കടമെടുക്കാനുള്ള കേന്ദ്ര അനുമതി ലഭിച്ചത്. ഓണച്ചിലവുകൾ നിർവഹിക്കാനാകുമെങ്കിലും പിന്നീടുള്ള മുന്നോട്ട് പോക്ക് സർക്കാരിന് പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ്. ഓണത്തിന് ഉദ്യോഗസ്ഥർക്ക് ഉത്സവബദ്ധയും ബോണസും ക്ഷേമ പെൻഷനും തുടങ്ങി നിരവധി കടമ്പകൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി 4200 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. കോടികൾ മാത്രം കടമെടുക്കാൻ കഴിയുമായിരുന്നിടത്താണ് കേന്ദ്രത്തിന്റെ ഉദാരമായ സമീപനം കേരളത്തിന് ഗുണകരമായത്. ഓണച്ചെലവുകൾക്ക് ഈ തുക പര്യാപ്തമാണെങ്കിലും പിന്നീടുള്ള മുന്നോട്ടു പോക്കിന് സർക്കാരിന് വലിയ പ്രതിസന്ധിയുമാകുമെന്നതാണ് യാഥാർത്ഥ്യം. വരും മാസങ്ങളിലും ചിലവിനും ശമ്പളത്തിനുമെല്ലാം വൻതുക കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള വഴിയില്ലാത്തതിനാൽ വീണ്ടും കടമെടുക്കാനുള്ള അനുമതി തേടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടി വരും. ചട്ടപ്രകാരം കടമെടുക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് കടന്നുള്ള കടമെടുപ്പ് വേണ്ടിവരുമെന്ന സാരം. സംസ്ഥാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഇനി കേന്ദ്രാനുമതി നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സംസ്ഥാനത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നേരത്തെ കോടതി നിന്നടക്കം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ കാരണമായിരുന്നു. കടമെടുത്ത തുക തിരികെ അടയ്ക്കാൻ വീണ്ടും കടമെടുക്കേണ്ട ഗതികേടിലാണ് കേരള സർക്കാർ ഉള്ളത്. വകുപ്പുകൾക്ക് പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ജനം, തിരുവനന്തപുരം.